അസ്സലാമലൈക്കും താത്ത. പണിക്കൊന്നും പോയിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ കടയിലിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ബോംബെയിൽ മഴ പെയ്തണക്കാ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ ഇന്നലെ പണിക്കാരൻ ചെറുക്കം എടുക്കുക പോയിട്ട് രാത്രി 11 മണിക്ക് വന്നേക്കും. മറ്റേ പെണ്ണുങ്ങൾക്ക് പോകാൻ കൊടുത്തയക്കണമെന്ന് പറഞ്ഞിട്ട് വേറെ ആരും ഒരുത്തൻ പോകണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ കടയിലിപ്പോൾ കുറച്ച് ഇളന്നീനുള്ളൂ. ഈ വണ്ടിയിൽ കുറച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ ചെയ്തപ്പോൾ കച്ചവടമൊക്കെ പറ്റ ഡിമ്മായി. അതാണ് ഉണ്ടായത്. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും നാസ്തൊക്കെ കഴിച്ച് അലിക്ക് ഞാനും കൂടി ഹോട്ടലിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ പിരിഞ്ഞ് പോന്ന്. ഇപ്പോൾ രാവിലെ 9:45 ചെറുക്കൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ബാനിക്ക് കൂട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓനെ ഉറങ്ങാൻ വിട്ടിക്കുകയാണെങ്കിൽ എന്തായാലും പാവം ഉറങ്ങിക്കോട്ടെ. 10 മണിയായി. 12 മണിയാകുമ്പോഴത്തേനും 1 മണിയാകുമ്പോഴത്തേന് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം ആകുമ്പോഴത്തേനും ഓനെ വിളിക്കാച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ്. ഇന്നാൾ എന്തോ പറഞ്ഞല്ലോ, ഇതിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ യൂട്യൂബിൽ പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. എനിക്കൊരു പാട്ട് പാടി തരാം, എനിക്ക് പറ്റില്ല. എൻ്റെ ഭാര്യയ്ക്ക് പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകൾക്ക് പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. പിന്നെ മാനു ഫ്രണ്ട്സ് ബോംബെ അതിലും പാട്ട് പാടി കണ്ട ഒരു മൂത്ത പെങ്ങൾക്കൊരു പാട്ട് പാടി തരാൻ പറ്റൂല എന്നൊക്കെ നാളെ പറഞ്ഞു. അത് അല്ലാതെ മനസ്സിലില്ലാതെ ഒരു വിഷമമായി. അപ്പോൾ എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ മൂത്ത പെങ്ങളാണ്. എൻ്റെ മൂത്ത പെങ്ങളെ പേരാണ് സുബൈദ താത്ത. രണ്ടാമത്തെ പെങ്ങളെ പേരാണ് റംല താത്ത. മൂന്നാമത്തെ പെങ്ങളെ പേരാണ് സുലേഖ താത്ത. നാലാമത്തെ പെങ്ങളെ പേരാണ് ഫാത്തിമ മേഡം. അതായത് മാളു താത്ത. മാളു എന്നാണ് വിളിക്കൽ. ഫാത്തിമ മേഡം എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം അറിയപ്പെട്ട ഒരു പെങ്ങളാണ്. ഓളെ ഒരു മരുന്നിൻ്റെ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ 4 പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ഓളെ ഏറ്റവും ആങ്ങളക്കുട്ടി നല്ലൊരു പാട്ട് പാടാണ്. 4 പെങ്ങന്മാർക്ക് വേണ്ടി ഹൃദയത്തിൽ ചേർത്ത് വെക്കുക. എന്നേക്കും വേണ്ടിയിട്ട് ഈ സഹോദരൻ്റെ ആങ്ങളക്കുട്ടി അഥവാ മരിച്ചു കഴിഞ്ഞാലും ഈ പാട്ട് വിടാതെ നിങ്ങൾ കേൾക്കുക. ഈ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ തൊട്ട് ഇയർഫോണും വെച്ച് കിടന്ന് നിങ്ങൾക്ക് നല്ല ഉറക്കം വരും. അപ്പോൾ എൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ ഒരാങ്ങളക്കുട്ടി 7 വയസ്സായ കുട്ടിയാണ്. സംഭവം 47 വയസ്സായി. 7 വയസ്സായ കുട്ടി 7 വയസ്സിൽ പെങ്ങളെ എല്ലാവരും വിട്ട് പിരിഞ്ഞ് പോയ ഒരു മഹാനാണ്. ബോംബെ നഗരത്തിൽ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെങ്ങൾക്ക് വേണ്ടിയിട്ട് 4 പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ഈ സഹോദരൻ ഒരു പാട്ട് പാടാണ്. ആലം ദുനിയാവിൽ അല്ലാഹുവോട് അടുപ്പമില്ലാത്ത പടപ്പുകളെ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും. ബാക്കി പാടാനും കിട്ടണേ. അല്ലാഹുവിൻ്റെ അടിമകളെ ആലം ദുനിയാവിൽ അല്ലാഹുവോട് അടുപ്പമില്ലാത്ത പടപ്പുകളെ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അല്ലാഹുവിൻ്റെ അടിമകളെ. മാനുവിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന രാജനാണോ? അതിൻ്റെ തൊട്ടടുത്ത് അലിക്കട മാനേജറുണ്ട് സാബുബായ്. ക്രിസ്ത്യൻ നല്ലൊരു മനുഷ്യനാണ്. സാബുബായ് ആണോ? പിന്നെ എൻ്റെ പേര് മുഹമ്മദ് മാനാണോ? ആലം ദുനിയാവിൽ അല്ലാഹുവോട് അടുപ്പമില്ലാത്ത പടപ്പുകളെ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അല്ലാഹുവിൻ്റെ അടിമകളെ. മാഷാ അല്ലാഹ്. 7/5/2025 എൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് ഈ വിനീതൻ പാടിയതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാ അല്ലാഹ്.